ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ അമ്മേനെ കൊണ്ടൊരു ദം ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അമ്മ എപ്പോഴും അങ്ങനെ ദം ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മനോടും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മോട് പറയുകയാണ്. ഞാനാണ് മാഷ്, അമ്മയാണ് കുക്ക് ചെയ്യുന്ന ആൾ കേട്ടോ. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, അരി സാധാരണ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വേവിക്കുക. എല്ലാവർക്കും അറിയുന്ന പോലെ സ്പൈസസ് ഇടുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ സ്പൈസസും നെയ്യൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരി ഇട്ട് വേവിക്കാനായിട്ട് വെക്കുന്നു. അത്രയോട് സിമ്പിൾ. ഇനിയാണ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും അതേപോലെ പച്ചമുളകും കൂടി കൂടിയിട്ട് ചതച്ചെടുത്തു. തൈര് ഒഴിച്ചു, ഗരം മസാല, വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രമേ. ഉപ്പ്, തക്കാളി ഇട്ട്, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സവാളയും അതേപോലെ തന്നെ മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ ഗരം മസാല മാത്രമേ ഉള്ളൂ. പിന്നെ പേരിന് കുറച്ച് മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ഉള്ളി വറുത്ത വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഉള്ളി വറുത്തെടുത്തത്. അപ്പോൾ ആ ഓയിലുണ്ടല്ലോ, അത് 1-2 സ്പൂൺ അങ്ങനെ ചേർത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ച് വേവിക്കുക. വരട്ടി നമ്മുടെ കൈയൊക്കെ മടുക്കും. അല്ലെങ്കിൽ മറ്റേ നമ്മൾ വരട്ടി ഉണ്ടാക്കുന്ന ചിക്കനൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നമ്മുടെ കിടിലൻ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ദം ബിരിയാണിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ കുറേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടയേർഡായി പോകും. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. നമുക്ക് പെട്ടെന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമ്പോഴേക്കും ചടപടേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ദം ബിരിയാണിയാണ്. പിന്നെ നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചു, കുറച്ച് നമ്മുടെ നെയ്യും അതിൻ്റെ പുറമെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പത്രമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ദം ബിരിയാണി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പപ്പടമുണ്ട്, സർലാസുണ്ട്, അച്ചാറുണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ദം ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്നത്. കിടിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും എന്ന് വെച്ചാൽ അമ്മാമ്മയ്ക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മാമ്മ എല്ലാം പറഞ്ഞു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.